ഇനി ഇടുക്കിയിലേക്ക് പോകുമ്പോൾ അവിടെ തൊടുപുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ട ബിജു വധക്കേസിൽ 4 പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി. മുഖ്യപ്രതി ജോമോനാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വാൻ ഓടിച്ചത്. ആഷിഖും മുഹമ്മദ് അസ്ലമും ചേർന്നാണ് ബിജുവിനെ മർദ്ദിച്ചത്. ഇടുക്കി കലയന്താനിയിലാണ് വാൻ ഒളിപ്പിച്ചത്. സ്കൂട്ടർ എറണാകുളം വൈപ്പിനിലുമാണ് ഒളിപ്പിച്ചത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാരണങ്ങൾ, ഓരോ തെളിവുകൾ കൂടെ പോലീസ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൊലക്കുറ്റം പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നു, കൂടുതൽ തെളിവുകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ കേസിൽ വളരെ ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണം തന്നെ നടക്കുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ബിജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ ചടുല നീക്കത്തിനൊടുവിലാണ് ഇത്തരം പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താനായത്. കൂടുതൽ തെളിവുകൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ 3 പ്രതികളും ഉള്ളത്. ബിജുവിന്റെ ബിസിനസ് പങ്കാളിയും 1-ാം പ്രതിയുമായ ജോമോൻ, കൂട്ടുപ്രതികളായ മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ ആഷിഖ് ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ കാപ്പ കേസിൽ പിടിയിലായി റിമാൻഡിലാണ്. ആഷിഖിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട്. ഈ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തി. ഏറ്റവും പ്രധാനമായും ഈ ബിജുവിനെ കടത്തിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച വാഹനം അത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തണം, അത് സ്ഥിരീകരിക്കണം. ഒപ്പം തന്നെ ഈ ബിജു വന്നത് ഒരു ഇരുചക്ര വാഹനത്തിലാണ്. പതിവ് പോലെ ചായ കുടിക്കാനായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഈ ബിജുവിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളായിരുന്നു ജോമോൻ. ഒപ്പം തന്നെ ഈ സംഘം തലേന്ന് ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസം അവിടെ എത്തുകയും ബിജുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ബിജു വന്ന വാഹനം ഈ കടത്തിക്കൊണ്ട് പോയത് ഈ ജോമിനാണ്. ഈ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയത് ജോമിനാണ്. ഈ വാഹനത്തിനുള്ളിൽ വെച്ച് ഈ വലിയ രീതിയിൽ മർദ്ദനം ബിജുവിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. വാഹനം ഓടിച്ചത് ജോമോനാണ്. ഈ മർദ്ദിച്ചത് വാനിന് ഉള്ളിൽ വെച്ച് ഈ ശബ്ദമുണ്ടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം ബിജു നടത്തിയപ്പോൾ ബിജുവിനെ മർദ്ദിച്ചത് ആഷിഖും മുഹമ്മദ് അസ്ലമുമാണെന്നാണ് ഈ പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണവും അതുപോലെ സ്ഥിരീകരണവും ഉണ്ടാകേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ നടത്തിയ തെളിവെടുപ്പ്, അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി, ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തി കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ നീക്കം.